ഇതല്ലേ भाई यही वही कितना टाइम 1 hour extra time extra cash. ഇതങ്ങടെ കൊടുത്തിന് എന്തിട്ട് നോക്കാനായിട്ടാണ് എന്റെ പരിഞ്ഞപ്പ ഇത് വില പിടിപ്പുള്ള ടൈമാണ് വെറുതെ വെള്ളമൊക്കെ തീർക്കരുത് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ചെല്ല് എനിക്ക് പടമൊന്നും നോക്കണ്ട എനിക്ക് പച്ച മതി ഹായ് पुराना आदमी है ओल्ड पीस कुछ नहीं मालूम एक्सपीरियंस है हाय हाय आपका नाम शबीना आपका नाम एलिना പോയില്ലേ ആന്തോരി നീങ്ങന്നേ അതെ ഞാൻ അവിടെ ചെന്ന് അവളോട് എന്ത് മുണ്ടും എനിക്ക് ഭാഷ അറിയില്ലല്ലോ സ്നേഹത്തിന് ഈ കാര്യത്തിൽ ഒറ്റ ഭാഷകൾ പറഞ്ഞപ്പ സംസ്കൃതം പോയങ്ങള് ദേവടിക്കണ് ചെല്ലാൻ ഞാൻ വലിയ പത്തല്ലടിക്കോട്ടാ ഇയാളെന്ത് പറഞ്ഞപ്പോഴാണ് ഹായ് മലയാളി ആണല്ലേ അതെ എന്റെ അച്ഛൻ മലയാളി അമ്മ നേപ്പാളി ആണാ കേരളത്തിൽ എവിടെയാണ് അച്ഛന്റെ വീട് സ്ഥലം അറിയില്ല എന്താ അച്ഛന്റെ പേര് അപ്പുക്കുട്ടൻ അപ്പുക്കുട്ടൻ പിന്നെ നീ വിളിച്ചാലോട്ട് വരാൻ കൂർക്കകൾ നിന്റെ അളിയന്മാരല്ലേ അതിലൊരുത്തൻ എന്റെ അളിയനായി അവനെ വിളിച്ചോട്ട് വാടാ ശരിക്കും അതാണ് അതെ ഈ അപ്പുക്കുട്ടൻ ശരിക്കും എനിക്കറിയാം എന്റെ അപ്പൻകുട്ടി നാട്ടിലേക്ക് വന്ന കുട്ടിയുടെ അച്ഛനെ ഞാൻ കാണിച്ചു തരാം നീ ഇത് എവിടെ പോയി കിടക്കണായിരുന്നു ഇവിടെ എന്താ പരിപാടി എടാ ഐറ്റം ഡാൻസ് പകുതിയായി കഴിഞ്ഞപ്പോ പരിഞ്ഞപ്പന് ചെറിയൊരു പരവേശം എന്തിന് അതെ പ്രായത്തിന്റെ പരാധീനതയൊക്കെ ഉള്ള ആളാണല്ലോ മാത്രമല്ല കള്ളി പൊളിഞ്ഞ പിന്നെ പുള്ളിക്ക് നമ്മളോട് ചെറിയൊരു ദേഷ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പണി നടത്തി പുള്ളിയുടെ മനസ്സിലേക്ക് ഞാനൊരു ആഗ്രഹത്തിന്റെ വിത്ത് വാങ്ങി പുള്ളി അതോടെ വളർപ്പിച്ചിട്ടിരിക്കുകയാണ് എടാ നമ്മളിവിടെ വന്നെന്തിനാണ് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് ലോട്ടറി ആയിട്ട് തിരിച്ചു പോകാനല്ലേ ഇപ്പൊ തന്നെ 6 ദിവസം കഴിഞ്ഞ് ഇനി ആകെ 24 ദിവസം ഉള്ളൂ ഇന്ന് പകല് മുഴുവൻ തെണ്ടി കിടന്ന് അന്വേഷിച്ചല്ലേ ഇനി രാത്രി എവിടെ പോയി അന്വേഷിക്കാനായിട്ടാണ് എടാ നീയല്ലേ പറഞ്ഞത് 30 മണിക്കൂർ കൊണ്ട് അവനെ കണ്ടുപിടിക്കുന്നു ഇതും അന്വേഷണത്തിന്റെ ഭാഗമല്ലേ ഞാനിവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കട്ടെ ഇപ്പൊ അപ്പുക്കുട്ടനെ വളക്കണ്ടല്ലേ ഞാൻ അവളോട് ചോദിച്ചു നോക്കട്ടെ എനിക്ക് പ്രാന്ത് പിടിക്കണ്ട് പോയി പരിഞ്ഞപ്പനെ വിളിച്ചോടാ പരിഞ്ഞപ്പനെ ഈ അവസ്ഥയിൽ വിളിച്ചാ ശാപം കിട്ടും പോയി വിളിയടാ എന്താടാ നേപ്പാളിൽ വന്നപ്പോ നിന്റെ സ്വഭാവമൊക്കെ മാറിയല്ലോ നീ ഭയങ്കര പാവുന്നിട്ടാ പോടാ പരിഞ്ഞപ്പനെ വിളിച്ചോളാം വിളിക്കണേ പുറംകടലിൽ പോണൊരു ബോട്ടുണ്ട് മോനമ്പം ഫ്രഷ് ഫിഷിൻ്റെ ഒരു കടയുണ്ട് 3 മീൻ തട്ടുണ്ട് പച്ചാളം വടുതല കുണ്ടന്നൂര് CC ഇല്ലാത്തൊരു കാറുണ്ട് വീടുണ്ട് ഒരു തോക്കുണ്ട് വീട്ടിലൊരു പെണ്ണില്ല ഞാൻ നിന്നെ കെട്ടട്ടെ ഇതെനിക്ക് ശാപം കിട്ടുമെന്ന് തോന്നുന്നു പരിഞ്ഞപ്പാ അവൻ സമ്മതിക്കല്ലോട്ടാ ഇതെവിടെയാണ് ഏത് റൂമിലാണ് പരിഞ്ഞപ്പാ പരിഞ്ഞപ്പോയ് പരിഞ്ഞപ്പോയ് चल आजा नहीं अरे जाइए सर अच्छा माल है मैं शादीशुदा हूँ मुझे एक बीवी है तो क्या हुआ देखिए ना कितना अच्छा माल है चल जा 2 बीवी है फिर भी साला मार लो तो तुम्हारा नाम क्या है बेबी तो यहाँ क्यों आए हो इसे ढूंढने आया था वीर शर्पा वीर सरपा सरपा പറഞ്ഞപ്പോ ഞാൻ പറയണമെന്ന് കേക്ക് നീ ഒന്നും പറയണ്ട എനിക്ക് ജീവനുണ്ടെങ്കിൽ നിനക്കൊക്കെ ജീവിതമുള്ളതെന്ന് പറയട്ടെ എന്റെ ജീവനാണ് അവളെ ഇട്ടിട്ട് പറയാൻ എനിക്ക് പറ്റൂല നിന്റെ പരിചയമാണ് അവള് പരിഞ്ഞപ്പനെ സൈക്കോർത്താണ് നീ പറയണത് ഞാൻ അവക്ക് ചട്ടുവിളിക്ക് തൊട്ട് വാക്ക് കൊടുത്തു നാശം കയ്യും പുള്ളി ഏത് ഭാഷയില് സ്നേഹത്തിന്റെ ഭാഷയില് ഇങ്ങ വന്നേ കളിക്കണ വന്നേ അവള്
എടാ, എന്റെ പെണ്ണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു അമ്മാനെ കെട്ടിച്ചു തരാം പ്ലീസ്, കാല് പിടിക്കാം. എന്നെ എടാ, കല്ല് എനിക്ക് പിടിക്കരുത്, ഇവള് please. എടാ, എനിക്ക് ഇവള് മതി. ആ. ധന്യവാദ്. टेंशन मत लो. ഇതിനിടയ്ക്ക് ഇവനാരെ വളച്ചോണ്ടിരിക്കണം. ആ, അവന് നിനക്കൊക്കെ എന്തോ ആകാല. എന്റെ പെണ്ണ് അവിടെ. ठीक है मैं चलती हूँ. ആ, എന്താ സംഭവം? നീങ്ങി വന്നേ, എടാ, ബേബി. ഒരു സംഭവം ഉണ്ട്. അതിനെക്കാട്ടി വലിയ സംഭവം ഉണ്ട്. പരിഞ്ഞപ്പന്റെ മനസ്സമ്മതം കഴിഞ്ഞ് കല്യാണം വിളിക്കാൻ നടക്കണേ. നല്ല പെണ്ണാടാ. എന്റെ ആർത്തികാരനുണ്ടല്ലോ നമ്മളുണ്ടല്ലോ ഗൂർക്കകളുടെ ഇടി കൊണ്ട് നാട്ടിൽ പോയിട്ട് സെക്യൂരിറ്റി പണി എടുക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. വന്നേ. എടാ അതല്ല, ഒരു കാര്യം ഉണ്ടെന്ന്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പിന്നെ പറയും. വന്നേ. പറഞ്ഞേക്ക്. എടാ, എന്നെ അവള് പറഞ്ഞപ്പോ മൈനയാടാ. സീരിയസ് ആയിട്ടുള്ള കാര്യം നിന്നോടാ പറയുന്നത്. മൈന. ചില ഗ്രഹണി പിടിച്ച പിള്ളേര് ശരിക്കും അവളെ എടാ, പരിഞ്ഞപ്പനാണ് ഞാൻ നോക്കൂലട്ടാ. എന്റെ മൈനയാണ് അവള്. പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും മൈന, പരിഞ്ഞപ്പ. ഞാൻ എന്ത് കാണിക്കണത്? മൈന, ഞാൻ വരും മൈന, നിന്നെ കൊണ്ടുപോവാൻ. ആ, അതെ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഹിന്ദിയിൽ എന്തെന്നാ? मैं आऊंगा तुझे ले जाऊंगा. മൈന, मैं आऊंगा, तुझे ले जाऊंगा. അമ്മയാണ് സത്യം എന്നുള്ളതിനാ. माँ कसम, माँ कसम. മൈന, മാക്കസം, മൈന, മാക്കസം. നീ ഇനി ഇവിടെ നിന്ന് ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ ഇടികൊണ്ട് തൂറൂട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. मैं जाऊंगा, तुझे जाऊंगा. എന്റെ മൈന, അതിനല്ല മാടത്ത. വന്നേട്ടാ. മൈന, मैं जाऊंगा, तू ले जा. നല്ല സമയത്ത് പെണ്ണും കെട്ടൂല മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ബാക്കി കസം മൈന, ബാക്കി കസം. मैं ले जाऊंगा. നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം. പരിഞ്ഞപ്പോ ഇങ്ങട് വന്ന് ഇതൊക്കെ ഭ്രാന്താണോ പണ്ടാരം? എടാ പോടാ അവിടുന്ന്. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞാൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല, ഞാനൊരു പഴഞ്ചനാണെന്നൊക്കെ. എന്നാലും അവളെ എനിക്ക് ഇഷ്ടമായിരുന്നടാ, ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇങ്ങട് വാ പരിഞ്ഞപ്പാ. ഓളാ മാറി, ഇപ്പൊ ദൂരെ നാട്ടിൽ ചെന്നിട്ട് എത്രയും എടുത്ത് കെട്ടിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ല എടാ ഒരുപാട് ഇഷ്ടമായിരുന്നു. വേറൊരു കാര്യം കേട്ടാ, ഐറ്റം ഡാൻസും പ്രേമും ഈ അളിയന്റെ അടിയും ഇപ്പഴാണ് ട്രിപ്പായത്. ഇനി ഒരു ഇടിയും കൂടി ഉണ്ട്. അല്ല വേണ്ട, ഇടി വേണ്ട. ഇടി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂടി ഇടി കിട്ടും. എടാ നാട്ടിൽ നിന്ന് ബോംബ് പോലീസൊക്കെ കാശെടുത്ത് ഇവിടം വരെ വന്നതേ വിളയാടാനല്ല, ഇതൊരു അന്വേഷണമാണ്, മനസ്സിലായ? അവിടെ കണ്ട ആ പെണ്ണില്ലേ, എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരിക്കണായിരുന്നു. എന്താ അവളുടെ പേര്? അവൻ എവിടെ ഉണ്ടാവുന്നുള്ള എൻ്റെ ഒരു സൂചന എന്ന്. എവിടെ ഉണ്ടവൻ പറ. വീർ ഷെർപ്പ. ഇവനൊരു ഷെർപ്പയാണ്. ഷേർപ്പേ? ഷെർപ്പ എന്ന് പറഞ്ഞൊരു ഗോത്രമാണ്. ഈ ഷേർപ്പേന്ന് പറഞ്ഞ അവന്റെ അപ്പന്റെ പേരല്ല? ഷേർപ്പ നായരല്ലേ? എടാ നമ്മൾ അവൻ ഇവിടെ തെരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ? നേപ്പാളിന്റെ കിഴക്ക് സോലുകുമ്പു കുന്നുകളിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഷെർപ്പകള്. അവിടെ കുറെ ഗ്രാമങ്ങളുണ്ട്. അവന്റെ വീട് അവിടെയാകാനാണ് സാധ്യത എന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കണായിരുന്നു. നമ്മൾ കാഠ്മണ്ഡുവിലെ കാഴ്ച കണ്ട് മടുത്തില്ലേ? ഇനി നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഫ്രഷ് സ്ഥലം പോവാം. ഫ്രഷ്. ഒരു ഒറ്റടിയാൻ അടിക്കൂട്ട. പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പന്തേ വാള് വെച്ച്. പരിഞ്ഞപ്പാ, ഇയാള് എന്തോ നീ കാണിക്കുന്നത്? എന്റെ പരിഞ്ഞപ്പ കാശ് കൊടുത്ത് മേടിച്ചിട്ട് തുപ്പിക്കളയാനാ. എന്തു പറ്റിയേട്ടാ? ഡാ, എന്നാലും എന്റെ മൈന അവിടെ അത് വിട്ടില്ലേ? വിടാനാ? എടാ നാറി, നീയൊക്കെ ജീവിതത്തിൽ സ്നേഹം വാരിക്കോരി തിന്നിട്ടുണ്ടാവും, പക്ഷെ ഒരു ഇത്തിരി സ്നേഹത്തിന് വേണ്ടി വെച്ച് നടക്കുന്നതാടാ ഞാൻ. എന്തൊരു സാഹിത്യമാണ്. സാഹിത്യമൊക്കെ വരുവാടാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും സുന്ദരി പെണ്ണെ കാണുന്നത്, അതും തൊട്ടടുത്ത്. അവളെ കണ്ടപ്പ എന്റെ ഉള്ളില് ചാളക്കറി ചട്ടിയിലിരുന്ന് വെട്ടി തിളക്കണ പോലായിരുന്നടാ. കുടമ്പിളിട്ട് വെച്ചാ ചേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാണ്? അവൾ ആരാണെന്നറിയോ? അവളുടെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നറിയോ? നിനക്കൊക്കെ ഞാൻ ആരെന്നറിയാമോ? എന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നറിയാമോ? അതൊരു കഥയാണ്. അല്ല പോണേണാ, പറഞ്ഞിട്ട് പോയാ മതി. കാശ് എത്ര കയ്യിലുണ്ടെങ്കിലും ഈ ഞാനൊക്കെ എത്ര സെന്റ് അടിച്ചാലും എന്റെ ഒന്നും മേത്ത മീന്റെ മണം മാറൂലടാ. നിനക്കറിയാമോ, ഇത്രയും വയസ്സായിട്ട് ഞാൻ പെണ്ണ് കെട്ടാഞ്ഞിട്ടല്ല, എനിക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവള് നല്ല പെണ്ണാണ്. അവളുടെ മുറിൽ ആദ്യം കയറുന്ന ആണ് ഞാനാണ്. ഈ നശിച്ച സ്ഥലത്ത് വന്ന് പെട്ടുപോയാ മിണ്ടാപ്രാണി. അതുകൊണ്ടാണ് എനിക്ക് അവളോട് പ്രേമം തോന്നിയത്, കെട്ടാൻ തോന്നിയത്. അതൊക്കെയാണ് നീയൊക്കെ കൂടെ ഉണ്ടാക്കിയത്. ഇത്രയും വലിയ ദുരന്തോത്തര പ്രൊപ്പറേറ്ററാണ് പരിഞ്ഞപ്പനെന്ന് എനിക്കറിയാമോ? എടാ നീയൊക്കെ നോക്കിക്കോ, ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോകും. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും കൊണ്ടുപോകും. ചേട്ടാ അതെ, ഈ ലോട്ടറി കേസും തീർന്നോട്ടെ, ഞങ്ങളുണ്ട് കൂടെ. പലിശക്കാരനായിട്ടല്ല, സ്വന്തം പരിഞ്ഞപ്പനായിട്ട്. അതെ, പരിഞ്ഞപ്പന്റെ മനസ്സമ്മതവും കല്യാണവും സേവ് ദ ഡേറ്റും ഒക്കെ ഞങ്ങൾ നടത്തും. ഉറപ്പായിട്ടും കട്ടൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഉം. വാ.